അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരിക്കുക എന്നതാണ് ഖുർആൻ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. ഹൃദയത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് സൃഷ്ടിപ്പിൻ്റെ മഹാത്ഭുതങ്ങൾ കാണിച്ചു, ചിന്തിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യാനുഗ്രഹങ്ങൾ അനുഭവിച്ചു മനുഷ്യനെ നിലനിർത്തി. ഈ ഔദാര്യാനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാണ് എന്ന് മനുഷ്യ മനസ്സിന് സ്വയം ബോധ്യമാകുമ്പോൾ അറിയാതെ തന്നെ ഉതിർന്നു വീഴും. അൽഹംദുലില്ലാഹ്, മഹാനായ നാഥന് സ്തുതി, അല്ലാഹുവിന് സ്തുതി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് സൂറത്തുകൾ, ഒരുപാട് സൂക്തങ്ങളും ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വർഷം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം അടിമകളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം തന്നെ സ്തുതി രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു സൂറത്ത്
സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ സൂറത്ത്. തുടങ്ങുന്നതിന് അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദ്. ഈ ആകാശഭൂമികളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്തുതി ഗീതങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ്. ജാഅലൽ മലായികത റുസുലൻ ഉലി അജ്നിഹത്തിൻ മത്നാ വ തുലാത വ റുബാ. 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, നാഥനാണ്, സംരക്ഷകനാണ്. യസീദു ഫിൽ ഖൽഖി മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ കൂടുതൽ സൃഷ്ടിക്കുന്നു. സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ എപ്പോഴും കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് തുടങ്ങുന്നത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി, നാസ് സത്യവിശ്വാസികൾക്ക് വേണ്ടി എന്നല്ല ഇവിടെ പറഞ്ഞത്, അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി ചൊരിയുന്ന ഒരു കാരുണ്യവും തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമാവുകയില്ല. വമാ യുംസികു ഫലാ മുർസില ലഹു. അവനെങ്ങാനും തടഞ്ഞു വെച്ചാൽ അത് പിന്നെ നൽകാനും അത് മിൻ ബഅദിഹി അതിനുശേഷം ആർക്കും കഴിയുകയില്ല. വഹുവൽ അസീസുൽ ഹകീം. അവൻ പ്രതാപശാലിയും വിജ്ഞനുമാകുന്നു എന്നൊരു പിൻകുടിയും ഈ ആയത്തിലൂടെ പറയും. വളരെ ചെറിയ ഒരായത്താണ്, പക്ഷേ ജീവിതത്തിന് ഒരുപാട് പുതിയ പുതിയ ചിന്തകളും പുതിയ ഊടും പാവും നിശ്ചയിച്ചു തരുന്ന ഒരായത്തായിട്ട് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുമ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, ഏത് അനുഗ്രഹമാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവിൻ്റെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റിമറിക്കാനോ ആർക്കും സാധ്യമാവില്ല എന്നൊരു യാഥാർത്ഥ്യം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു സംഗതി വ്യക്തമായും ഓരോ ആളുകളും മനസ്സിലാക്കിയിരിക്കണം. എപ്പോൾ ആർക്ക് എന്ത് എവിടെ വെച്ച് എങ്ങനെ എത്ര അളവിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ, നേരിട്ട് യാതൊരു മധ്യവർത്തികളുടെയും സഹായം ആവശ്യമില്ലാതെ, മറ്റാരോടും പോയി ശഫാഅത്ത് ചെയ്യാൻ പറയാതെ, ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ, ഓരോ അടിമയും അവൻ ആവശ്യമുള്ളത് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്നുള്ളത്. ഈ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇല്ലാ ലിയഅ്ബുദൂൻ യാനി ഇല്ലാ ലിയസ്അലൂൻ. അല്ലാഹുവിനോട് ചോദിക്കുക, ആവശ്യങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ പറയാം. അവനാണ് യഥാർത്ഥത്തിൽ ആവശ്യങ്ങൾ നേടിത്തരാൻ കഴിവുള്ളവൻ എന്നുള്ള ബോധത്തോടുകൂടി, വിശ്വാസദാർഢ്യതയോടുകൂടി അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് മാത്രമേ മനുഷ്യന് കരണീയമായിട്ടുള്ളൂ. അപ്പം നൽകാൻ കഴിവുള്ളവനെ മാത്രമേ യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ആശ്രയിക്കേണ്ടതുള്ളൂ, മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെയും ഭയക്കേണ്ടതില്ല എന്നും യഥാർത്ഥത്തിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതം ഇവിടെ നിലനിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നത് കൊണ്ടാണ്, അവൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇവിടെ ഒരുപാട് വിധേയത്വങ്ങളും അടിമത്വങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് സംഗതികൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിന് വിധേയരായി പോകുന്നുണ്ട്, അതിൻ്റെ അടിമകളായി പോകുന്നുണ്ട്. വ്യക്തികൾക്ക് അടിമപ്പെടുന്നവർ, ശീലങ്ങൾക്ക് അടിമപ്പെടുന്നവർ, താല്പര്യങ്ങൾക്ക് അടിമപ്പെടുന്നവർ, പണത്തിന് അടിമപ്പെടുന്നവർ, അനുഭൂതികൾക്ക് അടിമപ്പെടുന്നവർ, സുഖഭോഗങ്ങൾക്ക് അടിമപ്പെടുന്നവർ, പൊങ്ങച്ചങ്ങൾക്ക് അടിമപ്പെടുന്നവർ, അലങ്കാരാർഭാടങ്ങൾക്ക് അടിമപ്പെടുന്നവർ, അതുപോലെ നാട്ടുമാന്യതയ്ക്ക് ലോകമാന്യതയ്ക്ക് അടിമപ്പെടുന്നവർ, സ്ഥാനമാനങ്ങൾക്ക് അടിമപ്പെടുന്നവർ, ഇങ്ങനെ പല സംഗതികളും എണ്ണി നോക്കിയാൽ ഒരുപാട് അടിമപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ
മനോമുകുരത്തിൽ ഓടി വരും. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എവിടെയെല്ലാം പോകാനുണ്ട്, എത്രമാത്രം അധ്വാനിക്കാനുണ്ട്, വിഷമങ്ങൾ ഏറെയുണ്ട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതോടൊപ്പം തന്നെ വീട്ടിലെ രോഗങ്ങൾ, പിന്നെ പ്രശ്നങ്ങൾ തീരാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചിന്തകളുമായിട്ടാണ് മനുഷ്യൻ ഉണരുന്നത്. പക്ഷേ ഈ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നോട് എത്തുക, എന്നിലേക്ക് കത്തബ അലാ നഫ്സിഹി റഹ്മ, കാരുണ്യം സത്തയിൽ എഴുതപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നിന്റെ രക്ഷിതാവ്, നിന്റെ സൃഷ്ടാവ്, നിന്റെ സംരക്ഷകൻ. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, ആരെയും കൂസാത്ത, ആരെയും ഭയപ്പെടാത്ത, ഇഷ്ടം ഫഅാലുൻ ലിമാ യുരീദ്, ഇഷ്ടമുള്ളത് എന്തും ചെയ്യുന്ന ഒരു മഹാനായ സൃഷ്ടാവിൻ്റെ അടിമയാണ് നീ. അവൻ നിയോഗിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നത്. അവൻ നിലനിർത്തുന്നത് കൊണ്ടാണ് നീ നിലനിൽക്കുന്നത്. അവൻ കാണിക്കുന്നത് കൊണ്ട് മാത്രമേ നീ കാണുകയുള്ളൂ. അവൻ കേൾപ്പിക്കുന്നത് കൊണ്ട് മാത്രമേ നീ കേൾക്കുകയുള്ളൂ. അവൻ ആസ്വദിപ്പിക്കുന്നത് കൊണ്ട് മാത്രമേ നീ ആസ്വദിക്കുകയുള്ളൂ. അവൻ സ്നേഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമേ നിന്നെ സ്നേഹിക്കുകയുള്ളൂ. അവൻ തന്ന ബുദ്ധി മാത്രമാണ് നിനക്കുള്ളത്. അവൻ കാണിച്ചെന്ന വഴികളിലൂടെ മാത്രമേ നിനക്ക് നടന്നാൽ വിജയമുണ്ടാവാൻ പറ്റുള്ളൂ. ഈ അല്ലാഹുവിനെ വിട്ടുപോയാൽ പിന്നെ കൂടെയുള്ളത് പിശാചായിരിക്കും. അവൻ നിന്നെ വഴികേടിലാക്കും, നാശത്തിലാക്കും. ഒരു മലക്ക് ഓരോ മനുഷ്യനോടും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാഹുവിലേക്ക് വരാൻ. അപ്പോൾ ഹൃദയത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം ശരിക്കും ഉൾക്കൊള്ളണമെന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സൃഷ്ടാവായി, സംരക്ഷകനായി, നാഥനായി, അനുഗ്രഹം ചൊരിയുന്നവനായി അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ മഹോന്നതി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്യുകയാണ്. എല്ലാ മനുഷ്യ സൃഷ്ടികളെയും സ്വതന്ത്രരായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഒരാൾ മറ്റൊരാളിന് അടിമപ്പടിയെടുക്കേണ്ടവനല്ല. ഒരാൾ മറ്റൊരാളിന് വിധേയനായി ജീവിക്കേണ്ടവനല്ല. ആശ്രിതത്വം വിധേയത്വമല്ല എന്നുള്ളതാണ്. പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആശ്രിതത്വം ഒരിക്കലും വിധേയത്വമല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണ മഹത്വത്തിൽപ്പെട്ടതാണ്. ചിലർക്ക് ചില കഴിവുകൾ കൊടുക്കുക, ആ കഴിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവുകളാണെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന മലക്കുകൾ മതിയായിരുന്നു. ഇവിടെ അല്ലാഹു അങ്ങനെയല്ല മനുഷ്യ ജീവിതം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് ഡിമാൻഡുകൾ, ഒരുപാട് ഷോർട്ട് കമ്മിങ്സ്, കഴിവില്ലായ്മകൾ ഒരുപാടുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിനിടയിൽ ഓരോ മനുഷ്യരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കണം. ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടത് ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. അവിടെ യോജിച്ച് ജീവിക്കണമെങ്കിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളിടയിൽ സ്നേഹവും കാരുണ്യവും റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. സ്നേഹിക്കടോ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ കഴിയില്ല, വെറുക്കടോ എന്ന് പറഞ്ഞാൽ വെറുക്കാൻ കഴിയില്ല. സ്നേഹവും വെറുപ്പും ഒക്കെ മനുഷ്യന് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളാണ്. അപ്പം നമുക്കൊരു സംഗതി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നിഷ്കളങ്കമായ അനുസരണത്തോടുകൂടി, വിധേയത്തോടുകൂടി, മഹാപ്രതീക്ഷയോടുകൂടി സ്വന്തം നാഥനിലേക്ക് കണ്ണും ഹൃദയവും തിരിച്ചു വെച്ചുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് മാത്രം നോക്കി നിൽക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാലാഖമാരെ പറഞ്ഞേക്കും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങളൊരിക്കലും ദുഃഖിക്കേണ്ടതില്ല, ഖേദിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും, സമാധാനമുണ്ടാവും. ഈ ഒരു ആശയം മനുഷ്യ ഹൃദയത്തിൽ കടന്നു കിട്ടിയാൽ എന്തൊരാശ്വാസമാണ്, എന്തൊരു സമാധാനമാണ്. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. പ്രശ്നമുണ്ടാക്കുന്നത് അല്ലാഹുവാണ്. അത് പരീക്ഷണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ആ പരീക്ഷണത്തെ അല്ലാഹുവിലേക്ക് ബന്ധപ്പെട്ട് തന്നെ ഞാനിത് തീർത്തു കഴിഞ്ഞാൽ, ക്ഷമയോടെ തരണം ചെയ്താൽ അതെനിക്ക് ഉത്തമമായ ഒരു പ്രതിഫലത്തിനുള്ള ഒന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന ദൃഢബോധ്യം ഉണ്ടാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയും ഭക്ഷണമില്ലാതിരിക്കുകയും പാർക്കാൻ ഇടമില്ലാതിരിക്കുകയും അതുപോലെ നാലുപാടും ശത്രുക്കൾ ഉണ്ടാകുകയും നിൽക്കാൻ നിലയില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്താൽ പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മനസ്സ് ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അല്ലാഹു തആല പറഞ്ഞു. മണിമേട മുകളിൽ കിട്ടാത്ത ആശ്വാസവും സമാധാനവും ഗുഹാവാസികൾക്ക് ആ ഇരുണ്ട ഗുഹയുടെ ഉള്ളറകളിൽ എത്തിച്ചു കൊടുത്ത പ്രകാശത്തിൻ്റെ നാഥൻ ആ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. ചുറ്റുപാടും ശത്രുക്കൾ, എതിരാളികൾ, നാട്ടിൽ നിൽക്കാൻ നിലയില്ല. അങ്ങനെ അവർ ഓടുകയാണ്. അവർ ഓടി ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. ആ ഗുഹാന്തരഭാഗത്ത് പ്രകാശത്തിൻ്റെ നാഥൻ അവൻ്റെ പ്രകാശം ചൊരിയുകയാണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങ് വിജനമായ ഒരു പ്രദേശത്തെ പൊട്ടക്കിണറ്റിൽ
ഒറ്റയ്ക്ക് കുട്ടിയായി ബാലനായി വീഴേണ്ടി വന്നപ്പോഴും, അതുപോലെ ജയിലറകളിലെ ഇരുട്ടറകളിൽ താമസിക്കേണ്ടി വന്നപ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാം ഈ കാരുണ്യം അനുഭവിച്ച കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പെട്ടിയുടെ അകത്ത് നദിയിൽ ഒഴുക്കപ്പെടുകയും ആ ജന്മശത്രുവായ ഫറോവന്റെ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ മൂസ അലൈഹിസ്സലാം ഈ കാരുണ്യം അനുഭവിച്ചത് നമുക്ക് പറഞ്ഞു തരുന്നത്, കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്നത് തൽഹ റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. ഈ മനുഷ്യൻ ഖലീഫ രാത്രിയിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടാണ് പോണത് എന്ന് അദ്ദേഹത്തിനൊരു സംശയം. മെല്ലെ പിന്നാലെ തൽഹയും പോയി. കുറച്ചകലെ ഒറ്റയ്ക്ക് ഒരു ചെറിയ കുടിലിൽ ഈത്തപ്പനയോലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലിനകത്ത് രാത്രി ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുന്നത് തൽഹ കാണുകയുണ്ടായി. തൽഹ അപ്പുറത്തൊരു ഈത്തപ്പന ചുവട്ടിൽ ഇങ്ങനെ മറഞ്ഞു നിന്നു. കുറെ സമയം കഴിഞ്ഞു ഉമർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോയി. ഈ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വയസ്സായ സ്ത്രീ, എഴുന്നേക്കാൻ വയ്യാത്ത ഒരു സ്ത്രീ, ഒരു പഴയ മുണ്ടു, ഒരു രോഗിയാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു സ്ത്രീ അവിടെ കിടക്കുകയാണ്. നിങ്ങൾക്ക് പരിചരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയാണ്, ഇല്ല, ആരോ ഒരാള് എന്നും രാത്രിയിൽ ഇവിടെ വരും, ഞാൻ കാഷ്ടിച്ച ചട്ടി എടുത്ത് അവർ മാറ്റിവെക്കും, എന്നിട്ട് അത് ശുദ്ധീകരിച്ചു വെക്കും, പൊതിയും എടുത്തവർ ഭക്ഷണം നൽകും, സുബ്ഹാന റബ്ബി, തൽക്ഷണം മടങ്ങും, പെട്ടെന്ന് അതൊരു മടങ്ങിപ്പോകും എന്ന് പറഞ്ഞപ്പോ തൽഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഉമ്മ അതാരാണ് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അദ്ദേഹം പറയാണ്, കിസ്റയും കൈസറും വിറയ്ക്കുന്ന മിസ്രിലെ മുഖൗസിസ് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആ രാത്രിയിൽ വന്ന് നിങ്ങളുടെ കാഷ്ടിച്ച ചട്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കുന്ന മനുഷ്യൻ. കരഞ്ഞുകൊണ്ട് തൽഹ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ അട്ടറബിയായിരുന്ന ഉമറിനെ ഈ മാറ്റമുണ്ടാക്കി കൊടുത്തത് ഖുർആന്റെ ഈ കാരുണ്യമാണ്. ഈ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയത്തിൽ അങ്കുരിപ്പിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാകാൻ സാധിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതകും മൗഇദത്തും മിൻ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉപദേശം വന്നിരിക്കുന്നു, സദുപദേശം വന്നിരിക്കുന്നു. ഹുദം വറഹ്മതൻ, അത് നിങ്ങൾക്ക് മാർഗദർശനമാണ്, അനുഗ്രഹമാണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. വിശ്വാസിക്ക് ഒരു രോഗം പിടിച്ചു, അവന്റെ രോഗം വന്നപ്പോ ഇതെനിക്ക് അല്ലാഹു വെച്ചതാണ് എന്നവന് മനസ്സിലായി, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കണമെന്നാണ്. രോഗം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വിശ്വാസിയുടെ ആദ്യ പാഠമാണ് എന്നുള്ളതാണ്. അപ്പൊ രോഗം വന്നു, ഒരു നഷ്ടം വന്നു, ഒരു പ്രയാസം വന്നു, ഒരു അപമാനം വന്നു, ഒരു വേദന വന്നു, ഒരു ദുഃഖം വന്നു, കുടുംബത്തിലൊരാൾ മരിച്ചുപോയി, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അവിടേക്കാണല്ലോ നമുക്ക് ദുഃഖവും വേദനയും വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഒരു പരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കുകയും നാഥനായ അല്ലാഹുവിലേക്ക് ഹൃദയം കൊണ്ട് തിരിയുകയും ചെയ്യുമ്പോൾ ആ രോഗം അവന് ശിഫാ കിട്ടും. തിരിഞ്ഞതിന്റെ പേരിൽ അല്ലാഹു നാളെ പരലോകത്ത് ഉത്തമമായ പുണ്യവും. അപ്പോ ഡയറക്റ്റായിട്ട് കുറച്ച് പണം കൊടുത്ത് സഹായിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന പ്രത്യക്ഷ അനുഗ്രഹം ഉണ്ടല്ലോ, അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അനുഗ്രഹിക്കുകയാണ്. എന്തിനധികം സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന ഒരു തെറ്റുപോലും അന്തിമമായി അവന് അനുഗ്രഹം ഉണ്ടാകും. അത് സത്യവിശ്വാസിക്ക് മാത്രമുള്ള ഒരു സംഗതിയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു പോയി, ചെറുതോ വലുതോ ആയ ഒരു തെറ്റയാളിന് സംഭവിച്ചു പോയി, അയാൾക്ക് മനസ്സിലായി അത് തെറ്റാണ് എന്ന്. അള്ളാഹുവിനോട് ചോദിക്കാൻ നാണക്കേടുണ്ടാവും, പ്രയാസം ഉണ്ടാവും. അയാളുടെ മനസ്സ് ഖേദം കൊണ്ട് വിങ്ങി അള്ളാഹുവിലേക്ക് പോന്നു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ ചെയ്തതുപോലെ നിനവ എന്ന ദേശത്ത് ആളുകൾക്ക് പ്രബോധനം നടത്താൻ ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു യഥാർത്ഥത്തിൽ യൂനുസ് നബി അനുവാദം കിട്ടുന്നതിന് മുമ്പ് ഹിജ്റ പോവുകയുണ്ടായി. ഹിജ്റ പോയ സമയത്ത് അദ്ദേഹം കപ്പലിൽ കയറി. അവിടെ ആ കപ്പൽ ഇങ്ങനെ ഇളകാൻ തുടങ്ങി, കാറ്റടിച്ചിട്ട് അവർ പറഞ്ഞു, ഏതോ ഒരു ശകുനം ബാധിച്ചവൻ ഇതിനകത്ത് കടന്നിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ എടുത്ത് പുറത്തിടണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവർ ഞറക്കിട്ടപ്പോ പേര് വന്നത് യൂനുസ് നബിയായിരുന്നു. യൂനുസ് നബി എടുത്ത് വെള്ളത്തിട്ടു. അപ്പോ മത്സ്യം ഒരു വലിയ തിമിംഗലം വന്ന് വായി തുറന്നു. യൂനുസ് അതിന്റെ വാതിൽ പോയി. അവിടെ എത്തിയപ്പോ യൂനുസിന് മനസ്സിലായി ഇത് മഹാ അപരാധമാണ്. ഒരു പ്രവാചകൻ അല്ലാഹുവിന്റെ അനുമതി കിട്ടാതെ ഒരിക്കലും തന്നെ ഹിജ്റ പോകാൻ പാടില്ല.
അപ്പോൾ യൂനുസ് നബി ഹിജ്റ പോയപ്പോൾ നാട്ടുകാരാകെ പേടിച്ചു. അവർ പഠിച്ചിട്ടുണ്ട് പ്രവാചകൻ സ്ഥലം വിട്ടു പോയാൽ ശിക്ഷ ഇറങ്ങുമെന്ന്. അവരാകെ പേടിച്ച് എല്ലാവരും തൗബ ചെയ്തു. അവരൊക്കെ സത്യവിശ്വാസികളായി. അപ്പുറത്ത് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ അന്ധകാരത്തിൽ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആരാധനയ്ക്കർഹൻ നീയല്ലാതെ ഇല്ല നാഥ, നീ മഹാപരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ, ആ പ്രാർത്ഥനയുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി രക്ഷിക്കുന്നു. യൂനുസിന്റെ ആ തെറ്റുപോലും, പ്രവാചകന്റെ തെറ്റുപോലും ഒരു ജനതയ്ക്കൊന്നാകെ റഹ്മത്തും യൂനുസ് നബിക്ക് റഹ്മത്തുമായി അല്ലാഹു പരിവർത്തിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോ സത്യവിശ്വാസികളിൽ നിന്നുണ്ടാകുന്ന ചെറുതോ വലുതോ ആയ ഏതുതരം തെറ്റും യാതൊരു തരത്തിലും ഒരു നിരാശയും ബാധിക്കാതെ അള്ളാഹുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, കാരുണ്യത്തിന്റെ ഒരു നീരുറവ മക്കയിലും മദീനയിലും ത്വായിഫിലുമായി ചുറ്റിക്കറങ്ങിയത് 63 കൊല്ലം ചുറ്റിക്കറങ്ങിയ മഹത്തായ ഒരു ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുർആൻ ഭൂമിയിൽ ഇറങ്ങി സഞ്ചരിക്കുക, കാരുണ്യം ഭൂമിയിലൂടെ ഒഴുകി നടക്കുക, അതായിരുന്നു മഹാനായ പ്രവാചകന്റെ ജീവിതം എന്നുള്ളത്. ആ പ്രവാചകനെ നോക്കി പഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റബ്ബനാ വസിഅത കുല്ലി ഷൈഇൻ റഹ്മത്തൻ വ ഇൽമ, എല്ലാത്തിനും അല്ലാഹുവിന്റെ ജ്ഞാനവും കാരുണ്യമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം മനുഷ്യ ഹൃദയത്തിൽ ആഴത്തിൽ 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 പതിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉടനീളം ശ്രമം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഖുർആൻ ഇതുമായി സംബന്ധമായ ആയത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദുഃഖം വരുമ്പോ, വേദന വരുമ്പോ, രോഗം വരുമ്പോ, നഷ്ടം വരുമ്പോ അല്ല നമ്മെ കൈവിട്ട് കളഞ്ഞതാണ് എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് ആരും തന്നെ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അങ്ങനെ നിരാശപ്പെടുന്നവർ അക്രമികളാണെന്നും അതുപോലെ നിഷേധികളാണെന്നും ഒക്കെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞ് അറിയിക്കുന്നു. വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ, ആരെങ്കിലും എത്ര മഹാപാപിയായാലും അള്ളാഹുവിന്റെ അനുഗ്രഹം തടയപ്പെടില്ല എന്ന് അള്ളാഹു ഉറപ്പ് തരികയാണ്. ആരാണ് അവന്റെ ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കാൻ തയ്യാറുള്ളത് എന്ന് ഖുർആൻ ഇങ്ങനെ നമ്മളോട് വിളിച്ച് 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 ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൃദയവുമായി തന്നെയാണ് സമീപിക്കേണ്ടത്, നാക്കുമായി അല്ല സമീപിക്കേണ്ടത്. നമ്മെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമീപിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ കാരുണ്യം ഒഴുകിയാൽ അതൊരു മഹാസ്വാസ്ഥ്യമായിരിക്കും, അത് ആശ്വാസമായിരിക്കും, സമാധാനമായിരിക്കും, പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. ആഗോള സമാധാനത്തിനും ദേശീയ സമാധാനത്തിനും പ്രാദേശിക സമാധാനത്തിനും കുടുംബ സമാധാനത്തിനും വൈയക്തിക സമാധാനത്തിനും സംഘടനാ സമാധാനത്തിനുമൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കൂടിയേ തീരൂ. ഇതില്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ളതിന് നിലവിലുള്ള സമകാലിക ലോക ചരിത്രം തന്നെ സാക്ഷിയാണ് എന്നുള്ളതാണ്. ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, നമ്മൾ ഒരുപാട് വസ്തുക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ സൗകര്യം കൂട്ടുന്നതിന് കമ്മ്യൂണിക്കേഷൻ നമ്മൾ അത്ഭുതകരമായ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ യാത്രകൾ, നമുക്ക് എത്രയും അധികം വേഗത്തിൽ പോകാനുള്ള സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ചികിത്സാ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭ്യമല്ലാത്തത് കൊണ്ട് 20 ലക്ഷം രൂപയുടെ എന്തോ പ്രത്യേകമായ ചോക്ലേറ്റ് കൊടുത്തിട്ട് വിവാഹബന്ധം ഉറപ്പിച്ചിട്ട് പിന്നെ നാട്ടുകാർക്ക് മുഴുവനും ഷോ കാണിച്ചു നിന്നിട്ട് പിന്നെ അത് വിവാഹബന്ധം ഉറപ്പിച്ചതിന് ശേഷം പരാജയപ്പെട്ടു പോയി, അത് സിംഗിൾസായി ഡബിൾസ് അല്ല എന്ന് പത്രങ്ങളെ കൊണ്ട് എഴുതിയിരിക്കുന്ന അള്ളാഹുവിന്റെ സമാധാനം കാരുണ്യം ഊരപ്പെട്ട ഒരുപാട് കഥകൾ ദൈനംദിനം നമ്മുടെ മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ 20 10,000 കോടി ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും അനുഗ്രഹം ഉണ്ടാവുകയില്ല, ആശ്വാസം ഉണ്ടാവുകയില്ല. പുറമേ കാണുമ്പോൾ ഒരുപാട് പേരുണ്ടാകും, ഒരുപാട് പ്രശസ്തി ഉണ്ടാകും. പക്ഷേ ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രായത്തിന്റെ ചുളിവുകൾക്കിടയിൽ മറഞ്ഞു പോകുന്ന സൗന്ദര്യം കൊണ്ട് ആരെങ്കിലും അഹങ്കരിച്ചാൽ ആ സൗന്ദര്യം എന്തോ ഓരോ സെക്കൻഡിലും നശിച്ചു കൊണ്ടിരിക്കുന്നു. അതുമായി പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ ശാപമേറ്റു വാങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തൗബ ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത അത്തരം ഒരുപാട് സംഗതികൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ലഭ്യമായാലും അള്ളാഹുവിന്റെ കാരുണ്യം ലഭ്യമായില്ലെങ്കിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല.
ഭൗതികമായി നാം കാണുന്ന ഒരു സൗഭാഗ്യം ലഭ്യമായില്ലെങ്കിലും ഗുഹാവാസികളെ പോലെ, യൂനുസ് നബിയെ പോലെ, യൂസുഫ് നബിയെ പോലെ, മൂസ നബിയെ പോലെ, അതുപോലെ നൂഹ് നബിയെ പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ദുർഘട ഘട്ടങ്ങളിൽ പ്രയാസങ്ങളുമായി മല്ലടിച്ച് ചോര പൊട്ടിയൊലിക്കുമ്പോൾ പോലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നേർക്ക് നോക്കാനുള്ള ഒരു മഹത്തായ ജീവിത സൗഭാഗ്യം അവർക്ക് നൽകിയിട്ടുണ്ട്. ആ ജീവിത സൗഭാഗ്യം നേടിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണിന്റെ അനുഗ്രഹം, ചെവിയുടെ അനുഗ്രഹം, കാതിന്റെ ചുണ്ടിന്റെ അനുഗ്രഹം, നാവിന്റെ അനുഗ്രഹം, ഭാഷയുടെ അനുഗ്രഹം, സൗന്ദര്യത്തിന്റെ അനുഗ്രഹം, വസ്ത്രത്തിന്റെ അനുഗ്രഹം, വീടിന്റെ അനുഗ്രഹം, കാറിന്റെ അനുഗ്രഹം, മക്കളുടെ അനുഗ്രഹം, സ്ഥാനമാനങ്ങളുടെ അനുഗ്രഹം, ഡിഗ്രിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ അധികാരത്തിന്റെ അനുഗ്രഹം, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ലാ തഹ്സുഹാ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചാൽ ലാ തഹ്സുഹാ, ഒരാൾക്കും ഒരിക്കലും എണ്ണി നോക്കാൻ കഴിയുകയില്ല. അത്ര വലിയ അനുഗ്രഹത്തിലാണ്. അനുഗ്രഹത്തിൽ ആപാദ ചൂടം കുളിച്ചു നിൽക്കുമ്പോഴും അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം അനിവാര്യമാണ് എന്നാണ് വിവരമുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അനുഗ്രഹമാണെന്ന് അറിയണമല്ലോ, എങ്കിലല്ലേ നന്ദി കാണിക്കാൻ പറ്റൂ. ഇവിടെ അനുഗ്രഹമല്ല തീരുമാനം, അത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ് എന്നാണ് ഓരോരുത്തരും ധരിച്ചു കിടക്കുന്നത്. ആ ചിന്ത അങ്ങ് വെടിഞ്ഞിട്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് സമ്മതിച്ചിട്ട് അള്ളാഹുവിലേക്ക് ഹൃദയവുമായി തിരിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി തരാം എന്ന് ഖുർആൻ നമ്മളോട് അടിക്കടി പറയുന്നു. അതിലേക്ക് നീങ്ങി ശാന്തിയും സമാധാനം ഉണ്ടാവാൻ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി അലീമ സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ സനാഅക കമാ അസ്നൈത നഫ്സഹു ലക്കൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോടെന്ന പോലെ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് അനുഗ്രഹം അനുഭവിക്കുമ്പോൾ അത് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അവിടെയാണ് അഹങ്കാരം ഉണ്ടാവുക. അള്ളാഹുവിന് ഉടമസ്ഥാവകാശം കൊടുത്തില്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കണം. നമ്മളല്ലാത്ത വേറെ ആർക്കും കൊടുത്താൽ അവൻ്റെ അടിമയായിരിക്കും. നമ്മൾ കൊടുത്താൽ നമ്മുടെ ഹവന്നസ്, നമ്മുടെ ഇച്ഛയുടെ അടിമയായി നമ്മൾ മാറും. അപ്പോൾ മനുഷ്യനെ സ്വന്തം ഇച്ഛയുടെ അടിമത്തത്തിൽ നിന്നും മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഈ അനുഗ്രഹത്തെ അനുഗ്രഹമായി തിരിച്ചറിയുക എന്നതിലൂടെ ചെയ്യുന്നത്. സംഗതി വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾക്ക് പ്രയാസങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ആ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ അപ്പം തന്നെ പ്രയാസം പകുതി ലഘൂകരിക്കപ്പെട്ടു. രോഗം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ദാരിദ്ര്യമാണ് എൻ്റെ അഭിമാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. പടച്ചോനെ എനിക്ക് ദാരിദ്ര്യം തരണേയും ദ്വാരക്കാരല്ല പറഞ്ഞു. ദാരിദ്ര്യത്തിലും സമ്പന്നതയിലുമൊക്കെ ഒരുപോലെ തന്നെയാണ് മനസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പന്നതയായാലും ദാരിദ്ര്യമായാലും ഏത് വാഹനത്തിലും കയറാൻ ഞാൻ തയ്യാറാണ്. കാരണം സമ്പന്നതയാവുമ്പോൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടാവും, ദാരിദ്ര്യമാകുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സമ്പന്നത ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ കണക്ക് പറഞ്ഞേ വെച്ചുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ലല്ലോ, എന്ത് കണക്കാ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹസനത്തായിട്ട് കണക്കാക്കുന്നത് സാധാരണ നിലയിലുള്ള നല്ല വീടും നല്ല കാറും നല്ല ജോലിയും നല്ല പേരും, ഇടയ്ക്കിടയ്ക്ക് ഡെയിലി പത്രത്തിൽ വരികയാണെങ്കിൽ അത് നല്ലത്, നാലാൾ ബഹുമാനിക്കണേ നല്ലത്, നാട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ നമ്മളോട് ഒന്ന് ചോദിച്ചാൽ അതും നല്ലത്. ഇതൊക്കെയാണ് നമ്മൾ നല്ലത് എന്ന് വിചാരിക്കണം. പക്ഷെ അള്ള പറയുന്നത് ആ നല്ലത് അതല്ല. ഇതൊന്നും വേണ്ട, ഇതിനൊക്കെ പുറംതിരിഞ്ഞ് നിങ്ങൾ ഒരു സന്യാസം സ്വീകരിക്കണം, നിങ്ങൾ പള്ളിമൂലയൊക്കെ കുത്തിയിരിക്കണം എന്നും പറയുന്നില്ല.
ജീവിതത്തിൽ നിങ്ങൾ ഇറങ്ങണം, ജീവിതവുമായി മല്ലടിക്കണം, ജീവിത പ്രശ്നങ്ങളെ നേരിടണം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വിശ്വാസത്തിലെ സത്യസന്ധത പരീക്ഷിക്കാൻ നൽകുന്ന പ്രശ്നങ്ങൾ മാത്രമാണിത്. ആശ്വാസം ഒരുപാട് തരും, ഇടയ്ക്ക് മാത്രമേ ലേശം ദുഃഖവും വേദനയും തരുള്ളൂ. ഒടുവിൽ കുറച്ച് പ്ലഷർ അത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ സന്താപവും ദുഃഖവും എന്താണെന്ന് അറിയണമല്ലോ. ഇത് ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒരേ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റൂ, ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരാളിൻ്റെ പ്രാർത്ഥനയുടെ ആഴം, ആത്മാർത്ഥത എത്ര ഉണ്ടെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയും. അതിനനുസരിച്ച് സവാബ് ഉണ്ടാകും. നമ്മൾ ഓരോ സംഗതി ചെയ്യുമ്പോഴും അതിന് ഉത്തമമായ പ്രതിഫലം ഉണ്ടായിക്കൊണ്ട്. മക്കളെ വളർത്തുമ്പോൾ സന്താനങ്ങൾ സൗഭാഗ്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളില്ലെങ്കിൽ സന്താനങ്ങൾ മഹാവിനാശമായി മാറും, ആപത്തായി മാറും. സന്താനങ്ങളെ കൊണ്ട് വയസ്സുകാലത്ത് മര്യാദ കടന്ന് ജീവിക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുടെ കഥ നമുക്കറിയാം. സ്വന്തം നിലയ്ക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സന്താനങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന വയോവൃദ്ധന്മാർ ഒരുപാടുണ്ട്. അപ്പം സന്താനങ്ങൾ പ്രയോജനം ചെയ്യണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം വളരെ അനിവാര്യമാണ്. അപ്പോൾ എല്ലാത്തിലും അനുഗ്രഹമില്ലെങ്കിൽ രക്ഷയില്ല എന്ന ഒരു യാഥാർത്ഥ്യം മനുഷ്യ മനസ്സ് അങ്ങ് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ശാന്തമായിരിക്കും. പ്രയാസങ്ങൾ പിന്നെ ഉണ്ടാവില്ല എന്നാണ്. പ്രയാസങ്ങൾ അതിജയിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഈ അക്രമങ്ങൾ, അതായത് ക്രമം തെറ്റിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. സമൂഹത്തിന് നിരക്കാത്ത, ശരീഅത്തിന് നിരക്കാത്ത, ഇസ്ലാമിന് നിരക്കാത്ത, സദാചാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാനൊരു മടി യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭ്യമായ ഒരു സംഗതി എടുത്തിട്ട് പടച്ച തമ്പുരാനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രയോഗിച്ചാൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടായിപ്പോവും എന്നൊരു ഭയം, ഉൾഭയം, തഖ്വ, ഒരു ബോധം യഥാർത്ഥത്തിൽ ഉണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ശരീഅത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്തു പോയി പോകുന്നുണ്ട് എങ്കിൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്, ലോലമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൃഢമായ ബന്ധം നിലനിൽക്കുമ്പോൾ ഒരു നാണക്കേടുണ്ടാവും. ഇപ്പം സാധാരണ നിലയിൽ നമ്മൾ പറയാറില്ലേ, വൈകി ചെന്നാൽ അവിടെ വീട്ടിൽ ബഹളം ഉണ്ടാക്കും. ഭാര്യയെ പേടിച്ചിട്ടില്ലല്ലോ. സ്നേഹം കൂടുതലുള്ളിടത്ത് നിയമം ലംഘിക്കാൻ പലപ്പോഴും, അല്ലെങ്കിൽ അരുതാത്തത് ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് പ്രയാസം ഉണ്ടാവുന്നതാണ്. അള്ളാഹുവിനോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ നമുക്ക് ഒരുതരം മടി ഉണ്ടാവും. അങ്ങനെ അവൻ നന്മയിലേക്ക് നീങ്ങിക്കൊണ്ടുപോകും. അവനെ നീക്കിക്കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ മലക്കുകളുടെ അകമ്പടി കിട്ടുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും പെടുത്തുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي وعن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും കുടുംബക്കാർക്കും ബന്ധുമിത്രാദികൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ ഖബറിടങ്ങളെ നീ സ്വർഗ പൂങ്കാവനങ്ങളുടെ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, അവരെയും ഞങ്ങളെയും നീ നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും തഖ്വയും ഹിദായത്തും ഇസ്ലാമത്തുമുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ ആശ്വാസമാക്കി മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട്, കഠിനമായ ദാരിദ്ര്യം കൊണ്ട് ഒരിക്കലും നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, സമ്പന്നതയിൽ വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ നിന്നോട് കാവലപേക്ഷിച്ച് ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തി തരണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തിലൊക്കെ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ തമ്പുരാനെ. മാനസികവും ശാരീരികവുമായുള്ള എല്ലാ രോഗങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. യുവാക്കൾക്കും യുവതികൾക്കും വൃദ്ധന്മാർക്കും നീ കാരുണ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളോട് പ്രത്യേകമായ കാരുണ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത് നീ തട്ടിക്കളയല്ല നാഥ. മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾക്ക് പോകാനില്ല തമ്പുരാനെ. നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉത്തമമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
എന്തുകൊണ്ടും നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അന്തസ്സോടെ അഭിമാനത്തോടെ കൊണ്ടുനടക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സംതൃപ്തമായി ദൗത്യം പൂർത്തീകരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിനക്ക് ഷാഹിദായിക്കൊണ്ട് ജീവിക്കാനും ഷാഹിദായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين اللهم انصر جيوش المسلمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين.